തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്. ദിവ്യ, എന്തായാലും ഈ ഒരു ജാമ്യം അല്ലെങ്കിൽ റിമാൻഡ് എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷന്റെ വാദം തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കോടതി കേൾക്കും. എന്തായാലും വീഡിയോ തെളിവ് നൽകാൻ പരിശോധിക്കണമെന്ന് ആവർത്തിച്ച പ്രതിഭാഗം, അതായത് നേരത്തെ പ്രതിഭാഗം പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ട്. അതായത് അന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന പരിപാടിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നതാണ് നടി. അതിൻ്റെ ലിങ്കുകളുണ്ട്. ആ പരിപാടിയുടെ തന്നെ വീഡിയോ തെളിവ് നൽകാം, പരിശോധിക്കണമെന്നുള്ളത് ഇപ്പോൾ പ്രതിഭാഗം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തുടക്കത്തിൽ തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നതാണ്, വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഇത് കാണേണ്ടതില്ല, ഇത് കാണുന്നില്ല, തനിക്ക് കാണേണ്ടതില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് ആ പരിപാടിയുടെ വീഡിയോ തെളിവ് നൽകാമെന്ന് പ്രതിഭാഗം പറയുമ്പോൾ അത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് കാണേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ മജിസ്ട്രേറ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ മുന്നോട്ട് വച്ച ഈ വാദങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വാദങ്ങളാണ്. ഫോൺ കസ്റ്റഡിയിലുണ്ടല്ലോ, പിന്നീട് എന്തെങ്കിലും വിവരം വേണമെങ്കിൽ വിളിപ്പിച്ചാൽ മതി, റിമാൻഡ് വേണ്ടതില്ല എന്നുള്ളത് പ്രതിഭാഗം പറയുന്നു. ഒപ്പം മുഴുനീളം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിന്ന് പബ്ലിസിറ്റി നൽകുന്നു. അറസ്റ്റിൻ്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല, എന്തിന് അറസ്റ്റ് ചെയ്തു? കാരണം ഇതിൽ പ്രധാനമായും ഈ വകുപ്പുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ BNS 75 പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അത് സ്ത്രീത്വത്തെ അവമാനിച്ചതിനുള്ള വകുപ്പാണ്. അങ്ങനെ BNS 75 പ്രകാരം കേസ് എടുക്കുമ്പോൾ തന്നെ അതിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു നേരത്തെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്, 7 വർഷത്തിന് താഴെയാണ് തടവ് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ 7 വർഷത്തിന് താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ അറസ്റ്റ് മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അറസ്റ്റിന്റെ ആവശ്യം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ പ്രതിഭാഗം ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. നേരത്തെ നമ്മൾ പല കേസുകളിലും കണ്ടിരുന്നതാണ്. അതിൽ തന്നെ കർണാടക പോലീസിനെ ഇവിടെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട്, കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോലീസ് അന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത്, കസ്റ്റഡിയിലെടുത്ത സമയത്ത് അന്ന് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ആയതിനാൽ തന്നെ ഇത് വിട്ടയക്കുകയാണ്. അതായത് അറസ്റ്റ് മാൻഡേറ്ററി അല്ല, സുപ്രീം കോടതി ഡയറക്ഷൻ പ്രകാരം നോട്ടീസ് നൽകി വിട്ടയക്കുകയാണെന്നുള്ളതാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത്. സമാനമായി തന്നെ ഇത് മാൻഡേറ്ററി അല്ലാത്ത, അറസ്റ്റ് മാൻഡേറ്ററി അല്ലാത്ത ഒരു കേസിൽ എന്തിനു അറസ്റ്റിലേക്ക് നീങ്ങി എന്നുള്ള ചോദ്യം കൂടിയാണ് പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്യുന്നത്. യെസ്, നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. കോടതിയിൽ ഇപ്പോൾ വാദപ്രതിവാദം പുരോഗമിച്ചു വരികയാണ്. ജാമ്യം തേടാനുള്ള എല്ലാ വഴികളും തേടുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ.